കോഴിക്കോട് വലിയങ്ങാടിയിലെ ദുരന്തത്തിന് കാരണം കോർപ്പറേഷൻ അധികൃതരുടെ അനാസ്ഥയാണ്. കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം 2 വർഷം മുൻപ് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല. എന്നാൽ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്ന് മേയർ ഒ സദാശിവൻ പറഞ്ഞു. പൊളിച്ചു മാറ്റാനിരുന്ന കെട്ടിടത്തിൽ അടുത്തയിടെ കടമുറി നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കോഴിക്കോട് സൗത്ത് ബീച്ചിൽ നിന്ന് വലിയങ്ങാടിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ വലതുഭാഗത്താണ് വർഷങ്ങൾ പഴക്കമുള്ള കോർപ്പറേഷൻ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന പാസ്പോർട്ട് ഓഫീസിന്റെ പ്രവർത്തനം മാറ്റിയതോടെ കടമുറികൾ വലിയങ്ങാടിയിലെ ഹോൾസെയിൽ വ്യാപാരികൾക്ക് വാടകയ്ക്ക് നൽകുകയായിരുന്നു. 2024 കെട്ടിടം പരിശോധിച്ച എഞ്ചിനീയറിംഗ് വിഭാഗം പൊളിച്ചുമാറ്റണമെന്ന റിപ്പോർട്ട് നൽകി. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കോർപ്പറേഷൻ കൗൺസിൽ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം സെക്രട്ടറി തന്നെ അംഗീകരിക്കുന്നു. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതിയതുണ്ടാക്കാനുള്ള DPR തയ്യാറാക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തത്. അപകടാവസ്ഥയിലുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളാക്കാനുള്ള പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ്. കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിൽ ഈ കെട്ടിടമുണ്ട്. സാങ്കേതിക ന്യായങ്ങൾ നിരത്തി മേയറും വീഴ്ചയെ പ്രതിരോധിക്കുന്നു. പക്ഷേ ഇത് അൺഫിറ്റ് ആക്കിയിട്ടില്ല കെട്ടിടം. അതുകൊണ്ട് തന്നെ അതിൽ ലൈസൻസ് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. ലൈസൻസ് പുതുക്കി കൊടുക്കുകയും ചെയ്യും സമയത്തിന്. പൊളിച്ചു മാറ്റാൻ നിർദ്ദേശമുണ്ടായിട്ടും തുടർ നടപടികളൊന്നും അധികൃതർ സ്വീകരിച്ചിരുന്നില്ല. 1ാം നിലയിലും 2ാം നിലയിലുമുള്ള സ്ഥാപനങ്ങൾ ഒഴിഞ്ഞുപോയിരുന്നു. എന്നാൽ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കടമുറികൾ അതേപടി തുടർന്നു. റിപ്പോർട്ടർ, കോഴിക്കോട്.